ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വിനായകൻ, വിഘ്നേശ്വരൻ, ഗജമുഖൻ തുടങ്ങി അനേകം നാമങ്ങളിൽ അറിയപ്പെടുന്ന ദേവതാസങ്കല്പമാണ് ഗണപതി. എല്ലാ തരത്തിലുള്ള സമ്പത്തിൻ്റെയും അഭിവർദ്ധകനായി ഗണപതിയെ കാണുന്നു. എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും നീക്കുന്നവനായതിനാൽ വിഘ്നേശ്വരൻ എന്നറിയപ്പെടുന്നു. എല്ലാ ഭൂതഗണങ്ങളുടെയും ഭൂതജാലങ്ങളുടെയും പതിയായതിനാൽ അഥവാ അധിപതിയായതിനാൽ ഗണപതി എന്ന് വിളിക്കുന്നു. എല്ലാറ്റിൻ്റെയും നായകനായതിനാൽ അഥവാ ഗണപതിക്ക് മേൽ മറ്റൊരു നായകനില്ലാത്തതിനാൽ വിനായകൻ എന്നറിയപ്പെടുന്നു. എല്ലായിടത്തും ആദ്യ പൂജയ്ക്കർഹനായതിനാൽ പ്രഥമ വന്ദന ദേവനായി കണക്കാക്കപ്പെടുന്നു. ഗണപതി എന്നത് താന്ത്രിക വിധികളിലും മറ്റനേകം വേദമന്ത്രങ്ങളിലും ആരാധിക്കപ്പെടുന്ന ദേവതാസങ്കല്പമാണ്. ഗജമുഖനാണ് ഗണപതി. ആന സസ്തനികളിൽ ഏറ്റവും ബുദ്ധിയുള്ളതാണ്. സസ്യാഹാരിയാണ്. ഇത് അതിൻ്റെ സാത്വിക സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. ആനയുടെ വലിപ്പമുള്ള തല ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. നിശിതമായ ബുദ്ധിശക്തിയാൽ ആന ശ്രദ്ധേയമാണ്. ഗണപതിയുടെ ആനത്തല കൂർമ്മബുദ്ധിയുടെയും വിവേചന ശക്തിയുടെയും പ്രതീകമാണ്. ഗണപതിയെ ബുദ്ധിപ്രദൻ എന്ന് വിളിക്കുന്നു. ബുദ്ധിയെ നൽകുന്നവൻ. ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് ഫലം നൽകുന്നവനാകയാൽ സിദ്ധിപ്രദൻ എന്നും വിളിക്കുന്നു. വനത്തിലൂടെ ഒരാന നടന്നു പോയാൽ മറ്റുള്ള അനേകം ജീവികൾക്ക് അത് വഴി തെളിക്കുന്നു. തടസ്സങ്ങൾ നീക്കപ്പെടുന്നു. ഗണപതിയെ ആരാധിക്കുന്നതിലൂടെ ഭക്തനും വഴി തെളിഞ്ഞു കിട്ടുന്നു. ആനയുടെ വലിയ കാലടികൾ പതിയുമ്പോൾ മറ്റേതൊരു മൃഗത്തിൻ്റെയും കാൽപ്പാടുകൾ മാഞ്ഞു പോകുന്നു. ഗണപതിക്ക് സ്ഥാനം നൽകുമ്പോൾ മറ്റ് തടസ്സങ്ങളെല്ലാം അപ്രസക്തമായി തീരുന്നു. ശുക്ലാംബരധരം വിഷ്ണു എന്നു തുടങ്ങുന്ന ഗണപതി സ്തുതി ഋഷിപ്രോക്തമാണ്. ശുക്ലാംബരധരം എന്നാൽ വെളുത്ത വസ്ത്രം ധരിച്ചവൻ. വിഷ്ണു എന്നാൽ എല്ലായിടത്തും വ്യാപിച്ചവൻ. ശശിവർണം ചാരനിറമുള്ളവൻ. ചതുർഭുജം 4 കൈകളുള്ളവൻ. പ്രസന്നവദനം എപ്പോഴും പ്രസന്നമായ ശോഭയുള്ള ശാന്തമായ മുഖം ഉള്ളവൻ. ഇങ്ങനെയുള്ള ദേവനെ ധ്യാനിക്കുക.